ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ദ റിംഗ് വൈബ്സ്. അപ്പൊ ഫൈനലി ഞങ്ങൾ നാട്ടിൽ പോവാണ് ഇൻഷാല്ലാ. അപ്പൊ റേന മമ്മി ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടി വന്നതാണ്. കാക്കു ശരിക്കും ഞങ്ങളപ്പം പോരാന്ന് പറഞ്ഞതാണ്, ഒളന്ന് നീട്ടി. അപ്പോ ഷെബുവിന്റെ കസിന്റെ കല്യാണത്തിനാണ്, അഷിന്റെ കല്യാണമാണ് 23-ാം തീയതിയാണ് കല്യാണം. അപ്പൊ ഞങ്ങൾ ഇതാ പോണത് ഇപ്പൊ എത്ര 20-ാം തീയതി അല്ലേ, 21-ാം തീയതിയാണ് ഇൻഷാല്ലാ ദമ്മാം ടു കൊച്ചി. ജൂൺ 6 ഇൻഷാല്ലാ. ജൂൺ പെട്ടെന്ന് വരും ഇൻഷാല്ലാ. സർപ്രൈസ്. അപ്പൊ എല്ലാരും ഇവിടെ ഉണ്ട്. കണ്ണാടി ഇങ്ങോട്ട് വാ. അപ്പൊ ഞങ്ങൾ എയർപോർട്ടിൽ പോവാണ്. ബാക്കി വിശേഷങ്ങൾ സമയം പോണ വഴിക്ക്, കാരണം സമയം 4 മണി ആയിട്ടോ. അപ്പോ പോട്ടെ, ഫ്ലൈറ്റ് 6 മണിക്കാ, ഗൾഫ് എയർ ആണ്. ബൈ ബൈ പോവാ. അപ്പൊ ഓക്കെ, സന്തോഷം. അപ്പൊ ഞങ്ങൾ ഇറങ്ങുക കേട്ടോ. അങ്ങനെ നമ്മൾ 2 വണ്ടിയിലായിട്ട് പോണത്. നമ്മളെ വണ്ടിയിൽ ഫുള്ള് ലോഡി സാധനം ചെയ്തിക്കണ്. നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് ഈ വണ്ടിയിൽ കയറും. ഇഞ്ച വണ്ടി ഞാൻ ഫുള്ള് കവർ ചെയ്ത് പോന്നിക്കണ്. മിസ് യു. ഇനി 10-20 ദിവസം ഫുള്ള് വെയിലും മഴയൊന്നും കൊള്ളാതിരിക്കാൻ കവർ ചെയ്താൽ പോന്നിക്കണ്. ഷെബു റസൻച്ചാ തിരിഞ്ഞ ഷീൻ നാട്ടെടുത്തിക്കണേ. ഞങ്ങൾ മാത്രമല്ല പോണത് കേട്ടോ, നമ്മളെ കൂടെ അമ്മ ഉണ്ട്, ഇപ്പം ഉണ്ട്. നമ്മൾ ഫുൾ ഫാമിലി ആയിട്ടാണ് പോണത്. ഷെബുവിൻ്റെ കസിൻ്റെ കല്യാണം, അതായത് ഷെബുവിൻ്റെ ഒപ്പാൻ്റെ ബ്രദറെ മോളെ കല്യാണമാണ്. നമ്മളെ ചാനലിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, അഷി റാഫി, അതിൽ അഷീൻ്റെ കല്യാണമാണ് ഈ വരുന്ന 23-ാം തീയതി. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി അതിൽ പോണ വയ്ക്കുന്നു കേട്ടോ. എല്ലാവരും ഇറങ്ങി. ഇനി ഏതായാലും ഒരു ഷോർട്ട് വെക്കേഷൻ നാട്ടിൽ ഇൻഷാല്ലാ കൊച്ചിക്കാണ് പോണത്. എയർപോർട്ടിലേക്ക് ഇമ്മീറ്റുബിലൊക്കെ വരും, പങ്കന്മാരൊക്കെ വരും. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ. നമ്മൾ ഫുൾ ഫാമിലി ആയിട്ട് റൈന മമ്മി എല്ലാവരും ഉണ്ട്. ഇനി അതിനും പോണ വയ്ക്ക് കാണാം കേട്ടോ. മാമി ഞങ്ങളെ വെൽക്കം വണ്ടർ വൈബ്സ്. ഞങ്ങള് ബാക്കിയൊക്കെ വീഡിയോയിൽ കാണാം. നമുക്കിപ്പോൾ പെട്ടി ഇവിടെ വന്നുകൊണ്ട് ലാമിനേഷൻ ചെയ്യണം കേട്ടോ. കാരണം ലാമിനേഷൻ ഇവിടെ നിർബന്ധമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ചിറ്റി കൊടുന്നു കഴിഞ്ഞാൽ പറ്റൂല. ഇപ്പോൾ ഈ ഒരു പെട്ടിക്ക് 35 റിയാലാട്ടോ ലാമിനേഷൻ ചെയ്യാൻ. നമുക്ക് എത്ര പെട്ടി ഉണ്ടാക്കും? 1, 2, 3, 4, 5, 6. കാർഗോ പെട്ടിക്ക് മതി, ഇങ്ങനത്തെ ബാഗ് പെട്ടിക്ക് ആവശ്യമല്ല കേട്ടോ. ഷെബ് പേര് ചെയ്താണ്. സുട്ടേ ഉറങ്ങിയിട്ടില്ലെന്ന്. മിക്കവാറും ഓനും ഇവനെ എയർപോർട്ടിൽ നിന്ന് വാങ്ങും. വാച്ച് വിളി ഇട്ടിട്ട് ഷെബുവിന് എയർപോർട്ടിൽ കൂടി ഓടാനേ സമയം ഉണ്ടാവുള്ളൂ. ഡി ഇന്ന് പെടും മകളെ, ഇന്ന് അറിയും. ആദു നിലത്ത് കൂടി അല്ലേ ഒക്കെ ചെറുത്. അല്ല ഓനെ നടക്കൽ തുടങ്ങിയിട്ടേ. ആദമിൻ്റെ ബർത്ത്ഡേ ആണ് മറ്റന്നാ, അതായത് 22-ാം തീയതി, അതായത് ഷെബുവിൻ്റെ കസിൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന്. അങ്ങനെ പോണോക്കി വെല്ലുവില്ല, ബ്രേക്കുമില്ല. വീണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾ ക്യൂവിലാണ്. അപ്പോൾ കസ്റ്റംസ് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഉള്ളിൽ കയറിട്ടോ. ഇവിടുന്ന് എല്ലാ പർച്ചേസും കഴിഞ്ഞ് ഇവിടുന്ന് ചെറിയ പർച്ചേസിങ്. ഈ അമ്മാരി തിരക്ക് കയറിയോ, കാരണം ഇത് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ബഹ്റൈനിൽ പോയിട്ടാണ് പോണത്. ബഹ്റൈൻ ടു കൊച്ചി. അപ്പോൾ നല്ല തിരക്കുണ്ട്.
ഞങ്ങൾ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കിട്ടി വെയിറ്റ് ചെയ്തിരിക്കട്ടോ. അപ്പോൾ പോയിക്കണം ഒറ്റോ അങ്ങനെ. ഇനി ഫ്ലൈറ്റ് വന്നാൽ മതി. ആദ്യമവിടെ കടന്നിക്കണം അങ്ങനെ. ആ പോണ് ഷെബുവിൻ്റെ ഒപ്പം. സുട്ടേ സുട്ടോ ഓടി 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 ആളെ കണ്ടു ഓടി. കീരിപ്പല്ല് വെച്ചാ കീരി 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 കണ്ട കീരിപ്പല്ല്. അങ്ങനെ ഷെബുവിനെ തിരഞ്ഞിട്ടാണ് പോണേ ബാത്റൂമിക്ക്. ഇവിടെ വാടാ. ഷുഗർ സെറ്റായ കേക്ക് ഒരുത്തം വെള്ളം പോയി വാങ്ങി നോക്കി നെയ്സിൽ അവിടെ ആക്കണേ. അടുത്ത് മണ്ടണേ ആക്കണേ. ഹലോ ഹലോ ക്യാഷ് കൊടുക്കണ്ടേ? ഇജ്ജ് എടുത്ത് പോയാൽ മതിയോ? എന്നിട്ട് പോര്. അവനെ പിടിച്ചോണ്ടോ കേട്ടോ എയർപോർട്ടിൽ നിന്ന്. അവനെ എയർപോർട്ടിൽ നിന്ന് പിടിച്ചോണ്ടോ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബോർഡിങ്ങിൻ്റെ സമയമായിട്ടോ. ഫ്ലൈറ്റ് നമ്മളെ ഗൾഫ് എയർ അവിടെ റെഡി ആയിട്ടുണ്ട്. ബഹ്റൈൻ ചെന്നിട്ടാണ് നമ്മൾ കൊച്ചിയിൽ പോകുന്നത്. ഞങ്ങൾ കിട്ടിയ സീറ്റ് ആക്കണം ഇങ്ങനെ. ഓ ഒരു ലൈന് ഫുള്ള് ഞങ്ങൾ. എങ്ങനെയുണ്ട് അതിമോനെ കുഞ്ഞാ? ഏയ് ഫ്ലൈറ്റിലാണ് ഫ്ലൈറ്റില്. അതോ എങ്ങനെയുണ്ട്? പേടിണ്ടാ? പുറത്തേക്ക് ഇരുട്ടായിട്ട് ഇപ്പൊ സമയം എത്ര ഞങ്ങൾക്ക് അറിയാം? 6:54 കണ്ട 6:54 ആയില്ലേ ഇപ്പോ? 6:54. യെസ് കണ്ട സമയം. ഞങ്ങൾ ഇവിടുന്ന് പോകാണ്. ഫുള്ള് സെറ്റ്. ഞങ്ങൾ നേരെയാണ്. ഇതിന്റെ പേ നോക്കിയ കുട്ടിന്റെ ഇവരെന്തൊക്കെയുള്ള ഡെലിവറി ചെയ്യുന്നുണ്ട് ഇപ്പോൾ. തിരക്കിട്ട് വെള്ളം തീരാൻ നമുക്ക് വെള്ളം കൊണ്ടിട്ടുണ്ട്. എയർ ഹോസ്റ്റസ് വെള്ളം കൊണ്ടിട്ടുണ്ട്. ഗൾഫ് എയറിൻ്റെ ബിസ്ക്കറ്റും വെൽക്കം ഡ്രിങ്കും കിട്ടിയിരിക്കുന്നു. ഞാൻ ആകെ ഡെലിവറി ചെയ്താണ് ഒരു അക്ക് തരൂല. എന്നാ ഗൾഫ് എയറിൻ്റെ വെൽക്കം ഡ്രിങ്കും ബിസ്ക്കറ്റും. ക്ഷീണിച്ച ചെവ നമ്മൾ അദീമോനെ പുറത്തൊക്കെ യാത്ര ചെയ്യാൻ പോകുമ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങണ്ടാട്ടത്. ഇതിൻ്റെ ഫ്ലേവർ അടി മിൽക്ക് ആൻഡ് ഹണി കേട്ടോ. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. അയറ്റാര വെള്ളം കൊടുത്തോ. കണ്ടിപ്പോൾ 30 പാക്കറ്റ് കണ്ട. ഈ പാക്കറ്റ് ഇങ്ങനെ 6 റിയാൽ 7 റിയാലുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 4-5 വാങ്ങിക്കണം. അപ്പോൾ ഓൻ്റെ ഫുഡിന് നമ്മളൊരു ടെൻഷനും വേണ്ട. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി കിട്ടുന്നത് കേട്ടോ. നാട്ടിലുണ്ടോന്നില്ല അറിയില്ല. നമ്മൾ സൗദിയിലൊക്കെ ലോങ് കണ്ടോ ഇത് ഹീറോ ബേബി ആപ്പിൾ. ഇത് ആപ്പിൾ ഉണ്ട് അല്ലേ? ഈ ബ്രാൻഡാണ് വാങ്ങലല്ലേ? ഇതേതാ ബ്രാൻഡ്? അപ്പോൾ സെർലാക്കിൻ്റെ. ഇത് ഹീറോ ബേബി അല്ലേ? അടിപൊളിയാട്ടോ. ഇപ്പോൾ നമ്മൾ എന്താ യാത്ര ചെയ്യുമ്പോൾ ഇവൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ ഇല്ല. ഫ്ലൈറ്റ് പൊന്താൻ പോകുന്നു. അങ്ങനെ വൈബ്രേറ്റ്. നോക്കണോ ഡിമാരി പന നോക്കണേ അങ്ങനെ. അപ്പോൾ പൊന്തിയോ ഇല്ലല്ലോ? പൊന്തി വള്ളകാളി
ഷെബ് പേടിച്ചിന്. അങ്ങനെ തന്നെയാണ് ഷെബ് പേടിച്ചിക്ക. ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നു. 20 വർഷമായി ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ല ഹൈറ്റൊക്കെ വന്നിട്ടുണ്ട്. പേടിച്ചിട്ട് അവിടെ ഇരുട്ടായില്ലേ? അനക്കല്ലോ അറിയണുണ്ട്, ഓനൊന്നും അറിയണില്ലല്ലോ. അപ്പൊ നമ്മള് ബഹ്റൈനിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. കറക്റ്റ് സമയം കേട്ടോ, 7:28 ആയപ്പോഴത്തേന് ലാൻഡായി. അരമണിക്കൂർ അവിടെ നിന്ന് യാത്ര, 35 മിനിറ്റ്സ്. ഞങ്ങൾ ബഹ്റൈനിൽ എത്തിട്ടോ. അങ്ങനെ ഞങ്ങളിതാ ബഹ്റൈൻ എത്തി. നമ്മൾ വന്ന ഫ്ലൈറ്റ് അങ്ങനെ ആട്ടത് ഗൾഫായ മഴ വലിയ ഫ്ലൈറ്റ് അറിയാം. നമ്മളങ്ങനെ ബഹ്റൈൻ എയർപോർട്ടിൽ എത്തിട്ടോ. അതു ഞങ്ങളെ ലാസ്റ്റ് ഞങ്ങൾ ബഹ്റൈനിൽ എയർപോർട്ടിൽ ചെക്കിങ് കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ വെയിറ്റിംഗ് ലോഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ബോർഡിംഗ് പാസ് ഓൾറെഡി പിന്നെ നമുക്ക് ദമ്മാം എയർപോർട്ടിൽ നിന്ന് തന്നെ രണ്ടും കിട്ടിയതാണല്ലോ. ബഹ്റൈൻ എയർപോർട്ട് അടിപൊളി കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാല്ലേ സെറ്റപ്പ് നോക്കി നിങ്ങൾ. കുട്ടികളെ റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. കുട്ടികൾ ഒരുപാട് ടൈം നടക്കും. അങ്ങനെ നമ്മൾ ബഹ്റൈനിൽ നിന്ന് നമ്മളെ കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകാം കേട്ടോ. വെയിറ്റിംഗ് ഒന്നും ഉണ്ടായില്ല, ഡയറക്റ്റ് കയറുകയാണ്, നേരെ ട്രാൻസ്ഫർ ചെയ്യാണ്. ഫൈനൽ കോൾ വിളിച്ചിട്ട് ഇവിടെ കയറിയ വെക്കുന്നില്ലമ്മ. ഫൈനൽ കോൾ വിളിച്ചിട്ടുണ്ട്, നേരെ ട്രാൻസ്ഫർ ചെയ്യാണ്. വെയിറ്റിംഗ് ഇല്ല, നേരെ ഫ്ലൈറ്റ്. ഷെബു ഇങ്ങനെ ഓടിപ്പോണുണ്ട് അല്ലേ. ഗായ്സ്, ഞങ്ങൾക്ക് ഏറ്റവും എവിടെ എത്തിയപ്പോൾ ഏറ്റവും ബാക്കിലെ സീറ്റ് ഇട്ടിരിക്കണം. ഫ്ലൈറ്റിൻ്റെ ഏറ്റവും ബാക്കിൽ നോക്കി, ഏറ്റവും ബാക്കിൽ. ഏറ്റവും ഇവിടെ നിന്നിട്ട് മൂന്നാമത്തെ സീറ്റിൽ ഞങ്ങൾക്ക് ഏറ്റവും ബാക്കിൽ. അല്ലാ, ഞങ്ങൾ ബേബി ഉണ്ട് മുന്നിലാക്കി തരുമെന്നൊക്കെ പറഞ്ഞു. ആ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എവിടെ 1, 2, 3 മൂന്നാമത്തേൽ ബാക്കിൽ നിന്ന് ഏറ്റവും മുന്നിൽ. ഇവിടെ വന്ന് കണ്ടെങ്കിൽ ഒരു ലോഡ് നൂഡിൽസ് ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെയാ സാധനങ്ങളുണ്ട്. മറ്റേ വണ്ടി കയറി ആക്കണേ. ഇതെന്തിനാ ഇങ്ങോട്ട് പോകുന്നു? ഇങ്ങോട്ട് തിന്നാൻ പോന്നാ അത് കളയണാക്കണ, അത് കളയണം. നോക്ക്, ഒരുത്ത് നിൽക്കണ നോക്കി, ഒരുത്ത അങ്ങനെ വേറെ സാധനം കൊണ്ട് അവിടെ പണിയെടുക്കുന്നുണ്ട്. ഇപ്പം ടേക്ക് ഓഫ് ആവട്ടോ. ഇതൊക്കെയാണ് അദീമിൻ്റെ ഫുഡുകൾ കേട്ടോ. ഇതൊക്കെ നമ്മൾ പോകുന്നപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിപ്പോകുന്നതാണ്. എന്ന് കാണിച്ചടി വേണ്ട, ഇത് കുട്ടികൾക്ക് കൊടുക്കണേ ചിപ്സ്, സാധാ ചിപ്സ്. പക്ഷേ കുട്ടികളെ തള്ളേണ്ടിരുന്ന് തിന്നണമെന്നല്ലേ ഉള്ളൂ. എന്നിട്ട് കുട്ടിക്ക് കൊടുക്കണ്ടേ? ഇവിടെ അടിയിൽ പണിയിലെടുത്താ നോക്കാം. അത് തന്നെയാണ് മറ്റോ കേക്ക്. കേക്ക് തിന്നാനായിട്ട് പോകുന്നതുകൊണ്ട് ഇവിടെ ബാഗിലാണ് ഞങ്ങൾ. നൂഡിൽസ് ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെയുണ്ട്, ഉള്ള സാധനങ്ങൾ, ചൂടുള്ള ഉണ്ട്. അപ്പതാ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. സമയം 9:55. അപ്പോൾ നമ്മളെ ഫുഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ചിക്കനാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ചിക്കൻ ഉണ്ട്, പിന്നെ ഒരു ബണ്ണുണ്ട്, വാട്ടറാണ്. എന്താണ് ഇതൊക്കെ ഐറ്റംസ് എങ്ങനെയുണ്ട് നോക്കട്ടെ കേട്ടോ. ഓപ്പൺ 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 ഓപ്പൺ. യെസ്, ചിക്കൻ റൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി ഷെബു നമ്മളെ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു കേട്ടോ. അവിടെ പുറത്തൊക്കെ വെളിച്ചം വെച്ച് തുടങ്ങി. ആദം അദീമൊക്കെ ഒന്ന് ഉറങ്ങി എണീറ്റ്. ഫ്ലൈറ്റ് വാങ്ങിയിട്ടില്ല അതിനുള്ളിൽ ഷെബു അദീമ്. യെസ്, നമ്മൾ ലാൻഡ് ചെയ്തു കേട്ടോ. അതായത് 3:38 3:30 ആയി. ഇവിടെ കറക്റ്റ് ടൈമാ, ഡിലേ ഒന്നുമില്ല. അതൊക്കെ എല്ലാവരും വെയിറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങണം. ഓക്കെ ഇരിക്കണം. ഓക്കെ ഷെബ ഡി എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ഇമ്മീറ്റൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്ത് കണ്ടിട്ടാ. حتى التوقيت المحلي يشير إلى الساعة 3:44 صباحا. അപ്പോൾ അതാ ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി എമിഗ്രേഷനിക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 6 മാസത്തിന് ശേഷം വീണ്ടും നാട്ടിലേക്ക്, 4 മാസമായിട്ടുള്ളൂ. 4 മാസത്തിന് ശേഷം വീണ്ടും ഞങ്ങളിതാ നമ്മളെ നാട്ടിൽ കൊച്ചിയിലെത്തി. അതങ്ങനെ ഉമ്മീറ്റൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എക്സൈറ്റ്മെൻറ്റിലാണ് അതീമേ. ഇവനെ ചെറുതായപ്പോൾ കണ്ടല്ലേ, ഇപ്പോൾ കുരുത്തക്കേടിൽ അങ്ങേതരെ എത്തിക്കണേ അല്ലേ. എന്തായാലും ഞാൻ എമിഗ്രേഷനൊക്കെ പോണത് ബാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഇതാക്കണേ ഇൻ്റർനാഷണൽ കൊച്ചി എയർപോർട്ടിൽ പർച്ചേസിങ്ങിന് ഇറങ്ങിയേക്കാണ്. പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞാക്കണ ഇപ്പം പോയിക്കണേ. നാട്ടിലത്തെ ബ്യൂട്ടി ഫ്രീ ഷോപ്പ് നടക്ക്. ഇപ്പോൾ ലാഗേജ് എടുത്തിട്ടില്ല കേട്ടോ. എന്തായാലും പുറത്തെത്തി. ഒരു ടീം പുറത്ത് വന്നിട്ട് നോക്കി. ഞങ്ങളെ ലഗേജ് എടുക്കണോടത്താണ്. ഇല്ലല്ല, ഞങ്ങളോട് അവിടെ ലഗേജ് എടുത്തോണ്ടിരിക്കുക കേട്ടോ. ലഗേജ് എടുക്കണോ കേട്ടോ ഇവിടെ. ആ ഇന്ന് നടന്നാണ്ട് എപ്പോൾ പുറത്തേക്ക് എത്തുമോ? ഞങ്ങളെ പെട്ടി കാര്യങ്ങളൊക്കെ കിട്ടിട്ടോ. നിങ്ങൾ പുറത്തിറങ്ങുകയാണ്. ആ എന്താ വരുന്നത്? റാഫിൻ്റെ എത്തിയിട്ടില്ലല്ലോ. എടാ 10 മണി ചോട്ട ബായിട്ടും വരുന്നേ. മിസൈലിട്ടമാര് വരുന്നുണ്ട്. ഊളക്കടി ഓടിയാണ്ട് എടുത്തോണ്ടിരുമ്പോ അതിനെ. ഇനി പുറത്തിറങ്ങി ഇവിടുന്ന് പോരെ. ഷേപ്പ് ഇവിടുന്ന് പോരെ. അടക്കി അച്ചൂട്ടാ. ഹലോ എളുപ്പ അച്ചൂട്ടാ അബ്യേ ചോർക്കച്ചുടാജ് പുറത്തിറങ്ങും. അമ്മ പോയി
ഇവിടെ അവിടെ കൊണ്ടയച്ചളേ വരുന്നുണ്ടാവുള്ളൂ ഇതാ ആരാ പറ്റി ഇതിപ്പോ ആരാ എടി നാണടി എടി ഈ മൂക്കിൽ വരലായിട്ട് നോക്കടി ജലദോഷം ഉണ്ടോനെ ഒരു മാല ഉണ്ട് മാല കൂട്ടി വേണ്ട അച്ഛ ചൊറുക്കച്ചിക്കണല്ലോ ചെടി ചൊറുക്കച്ചിക്കണല്ലോ ചൊറുക്കച്ചിക്കണല്ലോ സുന്ദരനായിക്കണല്ലോ ഏതാ പറ്റോളൂ അമ്മ മൂർച്ച കൂട്ടിയിട്ടില്ല നോട്ടെ 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 ആ മൂർച്ച കൂട്ടിക്കണേ കടിച്ചാലാണ് എല്ലാവരെയും മൂച്ച കൂട്ടിക്കണേ എല്ലാവരും മൂച്ച കൂട്ടിക്കണേ അമ്മ ഒന്നും നീണ്ടു അത്ര തന്നെ ഉള്ളല്ലോ നിങ്ങളെപ്പോ പോന്ന അവിടുന്ന് 11 മണിക്കോ എങ്ങനെയുണ്ടടാ സ്വഭാവം എങ്ങനെയുണ്ട് എന്റെ ഇരട്ടിക്കാണ് വെല്ലുവിളി പറയിക്കൂലേ കേട്ടോ കൂട്ടള വരും പോയിക്കോ വിട്ടളോ കളിച്ചാണ് ഇഷ്ടം പോലെ ആൾക്കാരെ കിത്തിക്കണത് മോനെ കോലം നോക്കി മോനെന്താ കാണേ മോനെന്താ കാണുന്നത് നാട്ടിൽ നിന്നിട്ടേ അല്ല ഗൾഫിൽ നിന്നിട്ട് ഇനി പെട്ടികളൊക്കെ പെട്ടികളൊക്കെ ആർക്ക് ഫില്ലാക്കി പോവാ ടാറ്റ ബൈ ആക്കണം ഒരു വണ്ടി 2 വണ്ടി 3 വണ്ടി ഉവൈസു റാഫിയ കൊണ്ടുവരാൻ വന്നു കേട്ടോ വെള്ളം എടുത്ത വണ്ടിന്ന് വെള്ളമാണോ ഞമ്മിട്ട് നേരെ ഷെബുനിട്ട് വീട്ടിൽ കാട്ടോ അവിടെ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് പോണത് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് കാരണം ഇന്നലെ രാത്രി 11 മണിക്ക് പോകുന്നതാണ് പോലെ അപ്പോൾ സമയം എത്ര ആയിരുന്നു നിങ്ങൾക്ക് 5:02 ആയി വാ 5 മണി കഴിഞ്ഞ് വാ ഞാൻ ഉവൈസിനൊക്കെ കയറാ ഓക്കെ ഞങ്ങൾ ഫസ്റ്റ് എത്തിയടാ ഒന്നും ഉറങ്ങിയിട്ടില്ല വകൊക്കെ റാഫിയ അപ്പൊ ഞങ്ങൾ ഷെബുവിന്റെ വീട്ടിലെത്തിട്ടോ എല്ലാരും യെസ് മീറ്റൊക്കെ എത്തി ഇത് കഴിഞ്ഞ പ്രാവശ്യം ഷെബുവിന്റെ ഉപ്പയും നാട്ടിൽ വന്നില്ലേ അന്നുപോലെ സെറ്റ് ചെയ്താട്ടത് അടിപൊളി മറ്റേ അടക്കപ്പായം ഓ അടിപൊളി പോരി കല്യാണ വീടൊന്ന് വിസിറ്റ് ചെയ്യട്ടെ വരി കല്യാണ വീട് വിസിറ്റ് ചെയ്തിട്ട് വേണം കയറി കടന്നുറങ്ങാൻ ഇത് നമ്മളെ കല്യാണ വീട് കേട്ടോ യെസ് ഇന്ന് മുതൽ പരിപാടി സ്റ്റാർട്ടിങ് ആണ് ഇവിടെ എന്താ റാഫി ഇതിനുള്ളിൽ എന്താ ആരും കാണാതിരിക്കാൻ വേണ്ടിട്ടാ ജി ഇതിനുള്ളിക്ക് ജയിച്ചിട്ടുണ്ടാവില്ല ആര് വരുന്നുണ്ട് ഓ മാഷാ അല്ലാഹ് അടിപൊളി സെറ്റപ്പ് നാളെ വാ നാളത്തെ നാളെ ഓക്കെ മാപ്പ് ഓക്കെ നാളത്തെ വരി കല്യാണത്തിനാണ് ഓക്കെ ബൈ